ബിഗ് ബോസ് സീസൺ 6 കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഈ റോക്കിയും സിജോ ഒക്കെ ഉണ്ടാവുമ്പോൾ കണ്ടിരിക്കാമായിരുന്നു നമുക്ക് പ്രോഗ്രാമൊക്കെ. പക്ഷെ നിരന്തരമായിട്ട് കാവാലി അടിച്ചു പൊട്ടിക്കും എന്ന് പറഞ്ഞിരുന്ന റോക്കി സിജോയുടെ കാവാലി മാത്രമല്ല 2 അണപ്പല്ലും കൂടിയാണ് അടിച്ചു പൊട്ടിച്ചത്. പക്ഷെ അതിന് മെയിൻ ഒരു കാരണമുണ്ട്. സിജോ ഉൾപ്പെടെ മറ്റുള്ളവരൊക്കെ കരുതി റോക്കി ഇത്രയല്ലേ ഉള്ളൂ, ഈ കാവാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ആൾ പറയാവും, ഇദ്ദേഹം അടിക്കൊന്നുമില്ല, അല്ലെങ്കിൽ ഇത്രയല്ലേ ഉള്ളൂ, അതിനുള്ള ആളൊന്നും ഇല്ല എന്ന് കരുതി. അത് നിങ്ങളുടെ കാണാൻ പറ്റും അടി എങ്ങനെ കൊണ്ടുവന്നുള്ളത്. കുഞ്ഞിടാവേ എന്നൊക്കെ വിളിച്ചിട്ട് വാവേ കുഞ്ഞു വാവേ അടിക്കണടാ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അടി മേടിച്ചിട്ടുള്ളത്. ആ കൊച്ചെറുക്കൻ റോക്കി നൈസായിട്ട് കാവാലും പടച്ചു, 2 പല്ലളക്കി. സാധാരണ ഈ സ്റ്റീലൊക്കെ കൈ ഒടിഞ്ഞാലോ കാലൊടിഞ്ഞാലോ ഒക്കെ കയറ്റിയിടുക. ഇതിപ്പോ സിജോടെ പല്ല് 2 സ്റ്റീൽ കയറ്റിന്ന് പറഞ്ഞു വരുമ്പോ ഞാൻ റോക്കിയുടെ ആളോ സിജോയുടെ ആളോ എന്നല്ല കേട്ടോ, ഞാൻ പ്രേക്ഷകൻ മാത്രം. ബിഗ് ബോസ് പിന്നെ അവറ്റകൾ പോയി, ആ 2 പോയപ്പോ പിന്നെ സ്വാഭാവികമായിട്ട് ബിഗ് ബോസ് 6 വളരെ മോശം എന്ന് തന്നെ പറയാൻ പറ്റും. പിന്നെ ജാസ്മിന്റെയും ഗബ്ബറുടെയും കുറെ ഉമ്മം കൊടുക്കലും, പിന്നെ ജാസ്മിന്റെ മൂക്ക് പിഴിഞ്ഞിട്ടുള്ള കാപ്പി കൊടുക്കല്, പിന്നെ ഗബ്ബർക്ക് ജാസ്മിൻ ചോറുമാമു വാരി കൊടുക്കല്, പിന്നെ തുടയിൽ ചൊറിയൽ, കഴുത്തിൽ ചൊറിയൽ, അങ്ങനത്തെ കലാപരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോ എന്ത് തന്നെ ആയി കഴിഞ്ഞാൽ ഇപ്പോ വൈൽഡ് കാർഡ് ഇന്റർവ്യൂവിലൂടെ നമ്മുടെ ഒരു 6 പേര് വന്നു. ഈ 6 പേരില് സിബിൻ വളരെ മനോഹരമായിട്ട് പ്ലേ ചെയ്ത് പോയിരുന്നാണ്. പക്ഷെ ആ സിബിൻ ഇപ്പൊ പെട്ടെന്ന് എനിക്ക് കിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സിബിൻ അവിടെ കിടന്ന് ഞാൻ ഗ്ലാസ് പൊട്ടിച്ച് പുറത്തു പോകും എന്നൊക്കെ പറഞ്ഞിട്ട്, നമ്മുടെ കുപ്പി ഗ്ലാസ് അല്ലാട്ടാ, ചായ കുടിക്കുന്ന ഗ്ലാസ് ഒന്നല്ല, ഗ്ലാസ് പൊട്ടിച്ച് പുറത്തു പോകുന്നുള്ള ബഹളമൊക്കെയാണ്. പക്ഷെ ബിഗ് ബോസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇനിയിപ്പോ ചെങ്ങല പൊട്ടിച്ച് പോവാന്ന് സിബിൻ പറഞ്ഞു കഴിഞ്ഞാലും ബിഗ് ബോസ് ഒരു കാരണവശാലും സിബിനെ പറഞ്ഞു വിടരുത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് സീസണിൽ സിബിനെ പോലത്തെ ഒരു നല്ലൊരു കണ്ടസ്റ്റന്റ് ഇനി വേറെ അല്ല. ബിഗ് ബോസ് എന്ന പ്രോഗ്രാം മനോഹരമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ സിബിൻ മസ്റ്റാണ് അവിടെ. സിബിൻ ഇല്ലെങ്കിൽ പിന്നെ ആര്? അതാണ് ചോദ്യം. ജിൻഡോ ഉണ്ട്, ഓക്കെ, ജിൻഡോ ഇപ്പൊ ആദ്യമൊക്കെ വന്ന് മസിലൊക്കെ കാണിച്ച് പെരുപ്പിച്ച് ഇടയ്ക്ക് കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ വെറും വള്ളി വിട്ട് കളിക്കാണ് ജിൻഡോ, ഇല്ലേ? ബത്തുവായി ജിൻഡോ മനോഹരമായിട്ട് വന്നിരുന്നാണ്. ബോഡി ഷോ ഒക്കെ കാണിച്ചു, ഇടയ്ക്ക് ചില കുച്ചിപ്പുടി ഭരതനാട്യ നൃത്തങ്ങളൊക്കെ കളിച്ചു മനോഹരമായിട്ട് വന്നിരുന്നാണ്. അതിൻ്റെ ഇടയിലാണ് ഇപ്പൊ വളി വിട്ട് കളിച്ചു തുടങ്ങിയത്. ദാറ്റ് ഇസ് ക്വൈറ്റ് നാച്ചുറൽ എന്നൊക്കെ പറയാം. ഒരു മനുഷ്യന് ആവശ്യമാണ്, കീഴ്വായൊക്കെ പോണം. പക്ഷെ ഇത് കണ്ടന്റിന് വേണ്ടി വലിയിടാൻ പാടില്ല. വലിട്ടതിന് തൊപ്പി എന്ന് പറഞ്ഞൊരു യൂട്യൂബർ അറസ്റ്റ് ചെയ്ത ആൾക്കാരാണ്. ബത്തുവായി. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിബിനെ നിലനിർത്താൻ പരമാവധി ആര് ശ്രമിക്കണം? ബിഗ് ബോസ് ശ്രമിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ കപ്പ് ഉറപ്പായിട്ടും ജാസ്മിനിക്ക് തന്നെ ആവും. ജാസ്മിൻ കളിച്ചിട്ടൊന്നുമല്ല. ജാസ്മിൻ കളിച്ചിട്ടാണോ? അല്ല. ജാസ്മിൻ ഒരാളെയും കൈകൊണ്ട് അടിക്കണമെന്നൊന്നുമില്ല, കാലുകൊണ്ട് ചവിട്ടണമെന്നൊന്നുമില്ല. അതിലേറെ വൃത്തികെട്ട ഒരുപാട് കാര്യങ്ങൾ ജാസ്മിനോടെ കാഴ്ചവെക്കലുണ്ടായി. എന്നിട്ട് എന്തുകൊണ്ട് ബിഗ് ബോസ് ജാസ്മിനെ എടുത്ത് പുറത്ത് കിട്ടില്ല? അതാണ് ഏറ്റവും വലിയ തെറ്റ്. ജാസ്മിൻ പലപ്പോഴായിട്ട് മൈക്കിടില്ല. അപ്പോഴും ബിഗ് ബോസ് പലപ്പോഴായിട്ട്, ലാലേട്ടൻ പലപ്പോഴായിട്ട് വാണിംഗ് കൊടുത്തു. ഈ വാണിംഗ് കൊടുക്കലല്ലാതെ ഒരു ആക്ഷൻ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. എന്തിനാണ് മറ്റ് ബിഗ് ബോസ് കണ്ടസ്റ്റന്റിന് ഇല്ലാത്ത ഒരു പ്രത്യേകത ജാസ്മിന് കൊടുത്തിരിക്കുന്നത്? ബത്തുവായി ബിഗ് ബോസിന്റെ സ്വകാര്യ റൂമിലേക്ക് ജാസ്മിനെ വിളിക്കുക, എന്നിട്ട് ലെറ്റർ കൊടുക്കുക. മറ്റുള്ള പല കമന്റ്സ് നമ്മൾ കണ്ടു. ബിഗ് ബോസ് ലവ് ലെറ്റർ കൊടുക്കുക എന്ന് പറയുന്ന കമന്റ് അവരോട് കണ്ടു. ഞാൻ പറയുന്നല്ല കേട്ടോ. എന്തിനാണ് ജാസ്മിന് പേഴ്സണലായിട്ട് ലെറ്റർ കൊടുക്കുന്നത്? ബിഗ് ബോസിന്റെ നിർദ്ദേശങ്ങൾ രഹസ്യമായിട്ട് അറിയിപ്പിക്കാൻ പാടുണ്ടോ? അല്ലെങ്കിൽ പുറത്തെ പ്രേക്ഷകരുടെ അഭിപ്രായമാണോ ജാസ്മിനെ അറിയിപ്പിക്കുന്നത്? പ്രതികരണം ദാറ്റ് ഇസ് നോട്ട് ഗുഡ്. അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. വളരെ മോശമാണ് അതൊക്കെ. മറ്റുള്ള എത്രയോ കണ്ടസ്റ്റന്റ് ഉണ്ട്, അവർക്ക് എന്താ നിങ്ങൾ പുറമുള്ള കാര്യങ്ങൾ അറിയിപ്പിക്കാത്തത്, അല്ലെങ്കിൽ ഇങ്ങനെ പേഴ്സണലായിട്ട് ലെറ്റർ കൊടുക്കാത്തത്? അപ്പൊ അതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് സിജയെ പോലത്തെ ഒരു കണ്ടസ്റ്റന്റിനൊന്നും ബിഗ് ബോസ് തിരിച്ച് വിളിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഗബ്ബറുടെ ജാസ്മിൻ തന്നെയാണ് കപ്പ്.
പിന്നെ മറ്റേ ഇന്റർവ്യൂലൊക്കെ മനോഹരമായിട്ട് ആൾക്കാർ അറ്റൻഡ് ചെയ്യുന്ന പൂജ വളരെ മനോഹരമായിട്ട് പരിപാടി അവതരിപ്പിച്ചു വന്നിരുന്ന കുട്ടിയാണ്. നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. എന്തോ ഒരു നിർഭാഗ്യവശാല് കുട്ടി പെട്ടെന്ന് ഡസ്പായി, അതിന് എന്തോ ഡിസ്കിന് എന്തോ പ്രശ്നമൊക്കെ എന്ന് പറയുന്നു. പക്ഷെ പൂർവ്വ ആരോഗ്യത്തോടുകൂടി തിരിച്ചു വരട്ടെ, അത്രേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. പക്ഷേ സിബിനെ പോലത്തെ ഒരു കണ്ടസ്റ്റന്റിനെ നിലനിർത്തിയേ പറ്റുള്ളൂ. നോറയുടെ ശബ്ദമൊക്കെ വളരെ വെറൈറ്റി ആണ്. പക്ഷെ നോറൊക്കെ എത്രത്തോളം പിടിച്ചു നിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ പിടിച്ചു നിന്നേ പറ്റുള്ളൂ. അതായത് ജാസ്മിനെതിരെ ഇപ്പോൾ പ്രതിഷേധിച്ചും പ്രതികരിച്ചും കൊണ്ട് നിൽക്കുന്നത് ഒന്ന് നോറയാണ്, ആ കൊച്ചു ശബ്ദം കൊണ്ടാണെങ്കിൽ പോലും. പിന്നെ ജിൻഡോ ആയിരുന്നു, പക്ഷെ ജിൻഡോ വഴി വിട്ട് തുടങ്ങിയപ്പോൾ ജിൻഡോക്ക് ചില മാറ്റങ്ങൾ വന്നു തുടങ്ങി. ദാറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ. ബത്തുവായി ഈ സിജോയെ ഒരു പക്ഷെ തിരിച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ബിഗ് ബോസ് ഒന്നും കൂടിയും ഉഷാറാവും, അത് വേറെ കാര്യം. പക്ഷെ അത് നടക്കും തോന്നില്ല. സിജോക്ക് മാത്രമല്ല, റോക്കിക്ക് ഒരു അവസരം കൊടുക്കുമായിരുന്നെങ്കിൽ. എന്തിനാണ് ഈ പറയുന്ന പോലെ ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ ആ ഒരു നമ്മുടെ കാറിന്റെ ഉള്ളിൽ ഒരു ഫിറ്റിംഗ്സ് ഐറ്റംസ് ആണ് അതൊക്കെ. എന്തിനാണ് അതിനൊക്കെ പിടിച്ചിട്ട് ഈ ബിഗ് ബോസിലേക്ക് കൊണ്ടുവന്നത്? സ്റ്റെയറിങ്ങും പവർ സ്റ്റെയറിങ്ങും അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഒക്കെ പോലത്തെ ഒരു സ്ഥാനമാണ്. നമ്മളെ വണ്ടിയുടെ ഉള്ളിലൊക്കെ ഉണ്ടാവുന്ന സെറ്റിങ്സ് ഒക്കെ റെഡിമെയ്ഡ് ആയിട്ട് വരും, സെറ്റൊക്കെ. അതുപോലത്തെ ഒരു സംഭവമാണ് സീക്രട്ട് ഏജന്റ്. അത് ഏത് നേരം വണ്ടിയിരിക്കുന്ന ഒരു സാധനമാണ്. എന്തിനാണ് അതിൽ നിന്ന് നെറ്റ് ബോൾട്ടൊക്കെ ഇളക്കിയിട്ട് നേരെ ബിഗ് ബോസിൽ കൂടുന്നത്? വന്ന് 2ന്റെ അന്ന് ജാസ്മിനോട് പേഴ്സണലായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ. ഈ നമ്പർ 1 സീസൺ നടന്നു, 2, 3, 4, 5, 6 ആണിത്. ഇത്ര കാലത്തിനിടെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവുന്നത്. പുറത്ത് നടക്കുന്ന സംഭവങ്ങൾ ജാസ്മിന് സീക്രട്ട് ഏജന്റ് കേൾപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് ആ സീക്രട്ട് ഇത്രക്കാരൊക്കെ എടുത്ത് ബിഗ് ബോസ് പുറത്ത് കളയണ്ടേ? അതല്ല നിയമം. അപ്പൊ ഇവർക്ക് മാത്രം എന്തൊരു പരിഗണന? അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും? സീക്രട്ട് അമ്മനും വന്നിരിക്കുന്നത് ജാസ്മിന് വേണ്ടിയാണോ? ബിഗ് ബോസിന്റെ നിർദ്ദേശപ്രകാരമാണോ? ഇതുവരെ എവിടെയും കാണാത്ത രീതിയിലുള്ള ഗബ്രയുടെയും ജാസ്മിന്റെയും ഒരു പ്രത്യേകതരം പ്രണയം ഉമ്മം വെക്കണ്. മറ്റുള്ളവർക്കൊക്കെ ഈ മൂക്ക് പിഴിഞ്ഞിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ തുമ്മിയിട്ടുള്ള കാപ്പി കുടിക്കാൻ ബുദ്ധിമുട്ട്. പക്ഷെ ജാസ്മിൻ ഇനി എന്ത് ചെയ്തു കൊടുത്താലും ഗബ്ര കഴിക്കണം. ജാസ്മിന് ബാത്റൂമിൽ ചെരുപ്പിടണ്ട. പിന്നെ അപ്പിടൊരിടാത്തതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ജിൻഡോ വളരെ മോശമായിട്ടുള്ള പരാമർശമൊക്കെ നടത്തിയൊക്കെ കണ്ടു. ചില കാര്യങ്ങളൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എല്ലാ കാര്യത്തിനും ഇപ്പൊ ഒരു ജാസ്മിൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ കഴിയില്ല, അത് വേറെ കാര്യം. ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ബത്തുവായി. പക്ഷെ ഇത്രയും വൃത്തിശൂന്യമായിട്ടുള്ള രീതിയിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ, എന്നെ കൊണ്ട് മറ്റുള്ള രീതി ചെയ്യാൻ പറ്റില്ലടാന്നൊക്കെ ജിൻഡോട് വാശി പിടിച്ച് പലപ്പോഴായിട്ട് ജാസ്മിൻ പറയുന്നത് കേൾക്കാൻ ഇടയുണ്ടായി. അപ്പൊ ഇതിൽ നിന്നൊക്കെ പ്രേക്ഷകരായിട്ടുള്ള ഞങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഞങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഞങ്ങളുടെ വിലപ്പെട്ട സമയം കളഞ്ഞിട്ടാണ് ഈ പ്രോഗ്രാം കാണാൻ ഞങ്ങളെപ്പോലുള്ളവർ ഇരിക്കുന്നത്. അപ്പൊ ഞങ്ങളെപ്പോലുള്ളവർക്ക് നിങ്ങൾ നൽകേണ്ടത് ഇങ്ങനത്തെ മെസ്സേജുകളാണോ? ഇതാണോ എന്റർടൈൻമെന്റ്? ഇതിനെന്താ പേരിട്ട് വിളിക്കുക ഞങ്ങള്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കേരളത്തിലെ തന്നെ ഏറ്റവും നല്ലൊരു റിവ്യൂറാണ് ഞാൻ ഇന്ന് വരെ നിങ്ങളോടൊന്നും പറഞ്ഞില്ല എന്നുള്ളൂ. ഞാനാണ് കേരളത്തിലെ ഏറ്റവും നല്ല റിവ്യൂവർ, അത് ആദ്യം മനസ്സിലാക്കണം. നമ്മളിതൊന്നും വേണ്ടെന്ന് വെച്ച് നടന്നിരുന്നാണ്. മനസ്സിലാവുന്നുണ്ടാ? 10 പറയണമെന്ന് വെച്ച് ഞാൻ നാള് കുറെ കാത്തിരിക്കുന്നു. ഇത് വേണ്ടാന്ന് വെക്കും തോറും ദിങ്ങണ്ടാന്ന് പറഞ്ഞ് നിൽക്കണം നിങ്ങൾ. അപ്പൊ ഈ പണി നിങ്ങൾ നിർത്തുക. ബിഗ് ബോസ് നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് സീസൺ 7 സൂപ്പറായിട്ട് കൊണ്ടുപോകാം. പ്രേക്ഷകരെ വിഡ്ഢികളാക്കരുത്. പ്രേക്ഷകരെ വിഡ്ഢികളാക്കി കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. ഏഷ്യാനെറ്റിൽ തന്നെ കോമഡി പ്രോഗ്രാമൊക്കെ എത്ര മനോഹരമാണ്. ഇത് നിങ്ങൾ എന്തേ ചെയ്യുന്നത്? ഇത് കോമഡിയാണോ ട്രാജഡി ആണോ? ഇതിനെന്താ പറയുന്നതിനൊക്കെ? കുറെ മുന്നേ ഷക്കീല എന്ന് പറഞ്ഞ ഒരു നടിയുടെ മനോഹരമായിട്ടുള്ള പടമൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, കിന്നാരത്തുമ്പികള്. പിന്നെ നമ്മുടെ ശ്വേതമേനോന്റെ പടം രതി നിർവേദം. എത്രയോ ഭേദമാണ് ഈ ജാസ്മിനും ഗബ്രയൊക്കെ കാണിക്കുന്ന ഈ അംഗത്തിനേക്കാളൊക്കെ എത്രയോ ഭേദമാണ് ആ പടമൊക്കെ. അതിലൊരു കഥയെങ്കിലും ഉണ്ട്. ഇതിലെന്തുണ്ട്? എന്ത് വാഴയുള്ള ഇതിലൊക്കെ ഒലക്കട മൂടാ. ബത്തുവായി
നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ബിഗ് ബോസ് പോലത്തെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയുന്നത് ഒരു കേവലം ലോക്കൽ ആളല്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലാവുന്നുണ്ടോ? വ്യക്തമായിട്ട് ചിന്തിച്ചും അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കുന്ന ഒരു റിവ്യൂവറാണ് ഞാൻ. അതുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് റിവ്യൂവർ എന്ന് എനിക്ക് പേര് വന്നത്. അത് നിങ്ങളത് മനസ്സിലാക്കണം. പ്രതികരിക്കേണ്ട സമയത്ത് മാത്രമേ നമ്മൾ പ്രതികരിക്കുള്ളൂ. അല്ലാതെ കണ്ടതിനും കേട്ടതിനൊന്നും നമ്മൾ റിവ്യൂ ചെയ്യാൻ വരില്ല. നിങ്ങൾക്ക് തെറ്റ് വരുമ്പോൾ ആ തെറ്റിനെ മനസ്സിലാക്കി തരാനാണ് കഴിവും ബുദ്ധിയും അതിനെക്കുറിച്ച് ചിന്തിച്ചും പഠിച്ചും മനസ്സിലാക്കി നടക്കുന്ന എന്നെപ്പോലുള്ളവർ ചുരുക്കുണ്ടാവുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ റിവ്യൂവർ ഉണ്ടാവാം, നല്ലവരൊക്കെ ഉണ്ടാവും, പക്ഷെ എൻ്റെ അത്രത്തോളം വരില്ല. ദാറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ. യു ആൻഡ് വി ആർ ടു വിത്ത് ഡബിൾ ജഡ്ജ്മെന്റ് ചാമ്പ്യൻ. ഓക്കെ, അതിൽ ചാമ്പ്യൻ ഞാനാണെന്നാണ് അതിന്റെ അർത്ഥം. ഇല്ലേ? ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയാണ്. ഏത് ക്വാളിറ്റി അല്ല, ക്വാളിറ്റി അല്ല ഇപ്പോൾ കൊടുത്ത വിഷയം. ഇപ്പോൾ ബിഗ് ബോസ് 6 ആണ്. അപ്പൊ നല്ല നിലക്ക് കൊണ്ടുപോവുക, പരിപാടി മനോഹരമാക്കിയിട്ട് വിജയിപ്പിക്കുക. അപ്പോൾ നമ്മുടെ സിബിൻ മോൻ അവിടെ നിലനിർത്തുക. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പ്രോഗ്രാം? ഈ മരണ വീട്ടിൽ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയിലൊക്കെ ചിലപ്പോൾ കട്ടൻ ചായ ഇട്ട് കൊടുക്കും ആൾക്കാർ ഉറങ്ങാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട്. അതുപോലെ വല്ല കട്ടൻ ചായ കൊടുക്കേണ്ടി വരും ഈ പ്രോഗ്രാമിലുള്ള മറ്റുള്ളവർക്കൊക്കെ. വല്ലപ്പോഴും ലാലേട്ടൻ വന്നിട്ട് 4 ഡയലോഗ് അടിച്ച് പോണ കാണാൻ വേണ്ടി മാത്രമായിട്ട് ആൾക്കാർ നിൽക്കില്ല. ലാലേട്ടനെ കാണണമെന്നുണ്ടെങ്കിൽ വല്ല സിനിമ കണ്ടാൽ മതി. അല്ലെങ്കിൽ ഇഷ്ടം പോലെ പരസ്യത്തിലുണ്ട് ഇപ്പോൾ. ഇപ്പൊ പിന്നെ കുറച്ചൊരു ഭേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജാസ്മിനും ഗബ്രിയൊക്കെ ഒന്ന് എന്താ പാടുന്നൊന്നും നമുക്കറിയില്ല. ചെറിയ ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ട്. ഇതിപ്പോ പ്രേമിക്കാനാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ പോയി പ്രേമിച്ചാ പോരെ. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഗബ്രിയും ഈ ജാസ്മിനൊക്കെ അവരൊന്നും എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതൊക്കെ ഫേക്ക് ആണെന്നേ. ഈ പ്രേക്ഷകരെ വിഡ്ഢികളാക്കല്ലേ നിങ്ങൾ, ആദ്യം മനസ്സിലാക്കി. പിന്നെ എന്തുകൊണ്ട് ജിൻഡോയെ മത്സ്യകന്യകൻ എന്ന് ഈ ജാസ്മിൻ വിശേഷിച്ചപ്പോ എന്തുകൊണ്ട് ബിഗ് ബോസ് അതിന് നടപടി എടുക്കുന്നില്ല? വളരെ വൃത്തികെട്ട രീതിയിലുള്ള ഒരു പരാമർശമല്ല അത്. അങ്ങനെ പറയാൻ പാടുണ്ടോ? ഇതിന്റെ അവതാരകൻ ലാലേട്ടൻ പറയുന്ന പോലെ തന്നെ ചോദിക്കട്ടെ, ഇത് കേരളവും ഇന്ത്യയോ മാത്രം കാണുന്നല്ല, ലോകം മുഴുവൻ, ലോകത്തിലെ എല്ലാ ജനങ്ങളും കാണുന്ന ഒരു പ്രോഗ്രാം അല്ലേ? ഇല്ലേ? അപ്പോ ഈ പ്രോഗ്രാമിന് തന്നെ ഏറ്റവും മോശപ്പെട്ട ഒരു പരാമർശമല്ല നടത്തിയത്. കറുത്ത മത്സ്യകന്യകൻ എന്നുള്ള വിശേഷണം അങ്ങനെ തന്നെ പറയാം. എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചില വാക്കുകൾ ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് മലയാള ഭാഷ തന്നെ വളരെ മനോഹരമാണ്. നമ്മളെ തുഞ്ചത്ത് എഴുത്തച്ഛൻ അതിന് ആദ്യം തുടക്കം കുറിച്ചു. പക്ഷെ ഞാൻ അതിൽ നിന്ന് ചില വാക്യങ്ങൾ ഞാനിങ്ങനെ മാറ്റിമറിച്ചു. പക്ഷെ യാരാലാവ ശാസഹളയറ അതൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അതല്ല കൂടുതൽ വിഷയം. ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴും ഞാൻ പറയാണ്, ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കാരണം കേരളത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് റിവ്യൂവർ. ഓക്കെ, അത് മറക്കാതിരിക്കുക. അപ്പൊ ഞാന് വീണ്ടും പറയണ്, ഞാൻ അങ്ങനെ എപ്പോഴും വരുന്നില്ല റിവ്യൂ ആയിട്ട്. തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഈ ഏറ്റവും ബെസ്റ്റ് റിവ്യൂവർ വരും. ഓക്കെ, അത് നിങ്ങൾ മറക്കാതിരിക്കുക. ഇനി നിങ്ങൾ ബിഗ് ബോസിനോട് ചോദ്യം കേട്ടോ, റിവ്യൂ ഈ വൈൽഡ് കാർഡ് എൻട്രിയിൽ ഇനി വേറെ വല്ലവരും കൊണ്ടുവരുന്നുണ്ടോ? അല്ലാതെ സിബിനും കൂടി പോയ കഴിഞ്ഞിട്ട കഥ. അല്ല, ഞാൻ പറഞ്ഞേക്കാം, എന്നെ കൊണ്ട് ഇനി പറയിപ്പിക്കരുത്. ഞാൻ ഇറങ്ങാൻ പോവാ ഏട്ടാ. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം.